നമസ്കാരം. ദേവസൈന്യയിലേക്കും ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 19 സ്വാഗതം. കരുണാസാഗരനായ കാർമുകിൽ വർണ്ണൻ വ്രജഭൂമിയിലെ തൻ്റെ ഭക്തജനങ്ങളെ മേൽക്കുമേൽ സന്തോഷിപ്പിച്ചനുഗ്രഹിക്കണമെന്ന് നിശ്ചയിച്ച് അവരുടെ ഗൃഹങ്ങളിലെല്ലാം ഓടിക്കളിച്ചു തുടങ്ങി. നിന്തിരുവടി ഒറ്റയ്ക്കും കൂട്ടുചേർന്നും ബഹുവിധ ലീലകൾ ചെയ്ത് അവരുടെ മാനസം കവർന്നു. അവരുടെ നിർമ്മല ചിത്തങ്ങളിൽ സ്വപ്രയത്നം കൂടാതെ തന്നെ ഉണ്ണിക്കണ്ണൻ സ്ഥിരപ്രതിഷ്ഠിതനായി. അവർ അകം നിറഞ്ഞ് കണ്ണന് വേണ്ടുവോളം പാലും നവനീതവും കൊടുത്ത് ഊട്ടി. അതെല്ലാം കഴിച്ചിട്ടും മതിവരാതെ കണ്ണൻ കലശൽ കൂട്ടും. അവർ പ്രീതിപൂർവം വീണ്ടും കൊടുക്കും. അതെല്ലാം കഴിച്ചിട്ടും മതിവരാതെ കളിച്ചും കലഹിച്ചും നടന്ന ലോകനാഥൻ അല്പാൽപ്പം മോഷണവും തുടങ്ങി. ഭഗവാന് അത് വേണമായിരുന്നു എന്ന് ആലോചിക്കേണ്ടതുണ്ട്. തന്നിൽ വിമുഖരായ ഭോഗികളുടെ മനസ്സ് വിഷയങ്ങളിലേക്ക് പോകുന്നുവെങ്കിൽ ഭഗവാന് ഒരു വിരോധവുമില്ല. അവയെ മതിയാവോളം ഭുജിച്ച് ഫലം ദുഃഖം മാത്രമാണെന്ന വിവേകം ഉദിക്കുന്നത് വരെ അനുഭവിച്ചു കൊള്ളാൻ അനുവദിക്കും. എന്നാൽ തന്നെ ആശ്രയിക്കുന്ന ശുദ്ധബുദ്ധികളുടെ മനസ്സ് ലോകവിഷയങ്ങളിൽ പറ്റി നിന്ന് അധപ്പതിക്കരുതെന്ന് ഭഗവാന് നിർബന്ധമുണ്ട്. ശുദ്ധഭക്തന്റെ മനസ്സ് തന്നിൽ നിന്ന് വഴുതിപ്പോകാതിരിക്കാൻ വേണ്ടതെല്ലാം അവിടുന്ന് ചെയ്യും. മലഭാണ്ഡങ്ങളായ സ്വജനങ്ങൾ, നരകദ്വാരമായ ഗൃഹധനാദി ഐശ്വര്യ വസ്തുക്കൾ, അഹങ്കാരജന്യങ്ങളായ ലോക ബഹുമാനാദികൾ, ഇവയിൽ ഏതിലെങ്കിലും ഭക്തന്റെ മനസ്സ് അത്യാസക്തമാകുന്നു എന്ന് കണ്ടാൽ ഭക്തദാസൻ അവയെ കവർന്നെടുത്തു കളയും. അതാണ് ഭഗവാന്റെ മോഷണലീലയുടെ രഹസ്യം. ഭഗവാന്റെ മനോമോഹനങ്ങളായ ബാലചാബല്യങ്ങളെ കുറിച്ച് ഗോപികൾ സംഘം ചേർന്ന് യശോദയോട് പരാതി പറഞ്ഞു. വാസ്തവത്തിൽ അവർക്ക് ഒരു പരാതിയുമില്ല, ഒരു പരിഹാരവും ആവശ്യവുമില്ല. എങ്കിലും പറഞ്ഞു, യശോദേ, നിന്റെ സന്തതിയെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടിയല്ലോ. ഇവൻ ഞങ്ങളുടെ വീടുകളിൽ കാട്ടുന്ന അക്രമങ്ങൾ വല്ലതും നീ അറിയുന്നുണ്ടോ? അസമയങ്ങളിൽ പശുക്കുട്ടികളെ കെട്ടഴിച്ചു വിട്ടു കുടിപ്പിക്കുന്നു. ഞങ്ങളെങ്ങാനും ശകാരിച്ചാൽ മാറി നിന്ന് കൊഞ്ഞനം കാട്ടി പരിഹസിക്കും. ഇപ്പോൾ മോഷണവും കൂടി തുടങ്ങിയിരിക്കുകയാണ്. അതിൽ അതിവിദഗ്ധനുമാണ്. ഇവന്റെ സൂത്രങ്ങളൊന്നും ഞങ്ങൾക്കറിയുവാൻ കഴിയുന്നില്ല. പാലും വെണ്ണയും എത്രയോ ഗോപ്യമായി സൂക്ഷിച്ചു വെച്ചാലും എങ്ങനെയോ കണ്ടുപിടിച്ച് കട്ടു തിന്നുന്നു. തൃപ്തി വന്നാണെങ്കിലും മതിയാക്കി പോകണ്ടേ? അത് ചെയ്യുകയില്ല. അവൻ കഴിക്കുന്നതോടൊപ്പം സഖാക്കൾക്കും പൂച്ചകൾക്കും കുരങ്ങുകൾക്കും മറ്റും കൊടുക്കും. ഒടുവിൽ പാത്രങ്ങൾ ഉടച്ചു കളഞ്ഞിട്ടേ പോവുകയുള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് മോഷ്ടിക്കാൻ തരപ്പെട്ടില്ലെങ്കിൽ അവന്റെ ദേഷ്യം കാണണ്ടേ? പകരം വീട്ടാൻ തൊട്ടിലിൽ കിടന്നുറങ്ങുന്ന കുട്ടികളെ കൂർത്ത നഖങ്ങളാൽ നുള്ളിക്കരയിച്ചിട്ട് പോകും. ഞങ്ങൾക്ക് തിരക്കുള്ള സമയം എപ്പോഴാണെന്ന് അവനറിയാം. അപ്പോൾ പതുക്കെ നിശബ്ദമായി അകത്ത് കടന്ന് ഉറിയുടെ സമീപത്തെത്തും. ഉറി എത്താഞ്ഞാൽ ഉരലോ പീഠമോ മേൽക്കുമേൽ വെച്ച് കയറിയെടുക്കും. ചിലപ്പോൾ അതിനും മെനക്കെടാറില്ല. കൂർത്ത കോൽ കൊണ്ട് പാത്രങ്ങളുടെ മൂട് തുളച്ച് കുടിച്ചിട്ട് കടന്നു കളയും. ഇങ്ങനെ ദ്രോഹിക്കാമോ? പറയൂ. ഇവൻ കാണരുതെന്ന് കരുതി ഉറികൾ ഇരുട്ടറയിൽ വച്ചു നോക്കി. പക്ഷേ എന്ത് വിശേഷം! ഇവന്റെ രത്നാഭരണങ്ങളുടെ പ്രകാശത്താൽ എല്ലാം കാണാൻ കഴിയും. ആ ആഭരണങ്ങൾ അഴിച്ചുവെച്ചാൽ അത്രയും ഉപകാരമായിരുന്നു. ഒരിക്കൽ ഇവനെ കയ്യും കളവുമായി പിടിച്ച് ഒന്ന് ശാസിച്ചു പോയി. ഹോ, ഇവൻ എന്തെല്ലാം തർക്കുത്തരമാണ് പറഞ്ഞതെന്നോ! വീട്ടിൽ മെഴുകി വെടുപ്പാക്കിയ സ്ഥലത്തേ ഇവൻ മൂത്രമൊഴിക്കുകയുള്ളൂ. ഇങ്ങനെയൊരു സന്താനത്തിന് നിനക്ക് എവിടുന്ന് കിട്ടിയോ? എന്നാൽ ഇപ്പോൾ കണ്ടില്ലേ, പച്ച പരമാർത്ഥിയെ പോലെ. ഇപ്പോഴാരെങ്കിലും പറയുമോ ഇവൻ കുസൃതി കൊടുക്കുകയാണെന്ന്? ഇങ്ങനെയെല്ലാം അവർ ആവലാതി പറഞ്ഞപ്പോൾ ഉണ്ണികൃഷ്ണൻ പേടിച്ച് 4 പാടും പകച്ചു നോക്കി. ആ പുണ്ടരീക ലോചനങ്ങളുടെ ചലനം മുഖമണ്ഡലത്തെ അതിപ്രകാശമാനമാക്കി. കണ്ണന്റെ ഭയസംഭ്രമം കണ്ട് പുത്രവത്സലയായ യശോദ പറഞ്ഞു, തോഴിമാരെ, ഞാൻ ഇവനെ എന്തു ചെയ്യാനാണ്? പറയുവിൻ. ശാസിക്കാനും തല്ലാനും കാലമായില്ലല്ലോ. അവന് അറിവ് വരുന്നതുവരെ എല്ലാം സഹിക്കുവിൻ. അല്ലാതെ എന്ത് സമാധാനം പറയുവാനാണ്? ഇവൻ കേടുവരുത്തിയതിനെല്ലാം പകരമായി എത്ര ഇരട്ടി വേണമെങ്കിലും എടുത്തുകൊണ്ട് സമാധാനിക്കുവിൻ.
ഇങ്ങനെ അവരോട് നല്ല വാക്കു പറഞ്ഞതല്ലാതെ മകനെ ഒന്ന് ശാസിക്കാൻ പോലും സ്നേഹമയിയായ മാതാവിന് കഴിഞ്ഞില്ല. യശോദ ഇങ്ങനെയേ ചെയ്യുകയുള്ളൂ എന്ന് ഗോപികൾക്കറിയാം. ശിക്ഷിക്കാൻ ഭാവിച്ചാൽ അവരൊട്ട് സമ്മതിക്കുകയുമില്ല. അവർക്ക് അവരുടേതെല്ലാം ശ്രീകൃഷ്ണൻ എടുത്തനുഭവിക്കണം. ഈ വിധം പരാതി പറയുകയും വേണം. അതിലവർക്കൊരു പ്രത്യേക ആനന്ദം. എല്ലാം കഴിഞ്ഞ് കൃഷ്ണന്റെ മുഖശ്രീ നോക്കി ആനന്ദിച്ച് തങ്ങൾ പരിഹസിച്ചു പറഞ്ഞതാണെന്ന ഭാവത്തിൽ യശോദയോടുകൂടി ചേർന്ന് ചിരിച്ചു. നന്ദി, നമസ്കാരം.